അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവിജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 15 വെള്ളിയാഴ്ച. വയനാട്ടിലെ പുനരധിവാസത്തിനുള്ള പണം കേരളത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ ഉണ്ടെന്നാവർത്തിച്ച് കേന്ദ്ര സർക്കാർ. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. കൂടുതൽ ഫണ്ട് അനുവദിക്കുമോ എന്നത് ഈ മാസം അവസാനിക്കും മുൻപ് അറിയിക്കുമെന്നും കേന്ദ്രം ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. എന്നാൽ പോസിറ്റീവായ ഉറപ്പ് കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചിട്ടില്ലെന്നും കൂടുതൽ പണം അനുവദിക്കില്ലെന്ന് കേന്ദ്രത്തിന്റെ കത്തിൽ പറയുന്നുണ്ടെന്നും സംസ്ഥാനം കോടതിയെ അറിയിച്ചു. കേസുകൾ ഹൈക്കോടതി അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. ദുരന്തസഹായം വൈകിപ്പിച്ച് കേന്ദ്രം കേരളത്തെ വെല്ലുവിളിക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ കുറ്റപ്പെടുത്തി. കേരളം ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി പോലും കേന്ദ്രം നൽകിയില്ലെന്നും SDRFൽ തുകയുണ്ടെന്ന കേന്ദ്രത്തിന്റെ വാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും കേന്ദ്രത്തിന്റെ നിലപാട് അംഗീകരിക്കില്ലെന്നും കേരളത്തിന്റെ അവകാശം നേടിയെടുക്കുന്നതിനുവേണ്ടി മുന്നോട്ടു പോകുമെന്നും കെ രാജൻ വ്യക്തമാക്കി. വയനാട് ദുരിതാശ്വാസത്തിന് പണം തരില്ലെന്ന കേന്ദ്രത്തിന്റെ മറുപടി ഞെട്ടലുണ്ടാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കിട്ടിയ പോലെ പ്രത്യേക സാമ്പത്തിക സഹായമാണ് കേരളത്തിന്റെയും ആവശ്യം. എന്നാൽ കേരളം ഇന്ത്യയുടെ ഭൂപടത്തിൽ ഇല്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFുമായി യോജിച്ച സമരത്തിനില്ലെന്നും ഒറ്റയ്ക്കായിരിക്കും സമരം ചെയ്യുകയെന്നും LDFും BJPയും എപ്പോഴാണ് ഒന്നിക്കുക എന്ന് പറയാനാവില്ലെന്നും അതുകൊണ്ടാണ് ഈ തീരുമാനമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാട് കടുത്ത വഞ്ചനയാണെന്നും കേന്ദ്ര സഹായം നിഷേധിച്ചതിനെതിരെ കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും KPCC പ്രസിഡന്റ് കെ സുധാകരൻ. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കർമ്മഭൂമിയായതിനാലാണോ വയനാടിനോട് ഈ വിവേചനമെന്ന് സംശയിക്കുന്നുവെന്നും പ്രധാനമന്ത്രിക്ക് രാഷ്ട്രീയ തിമിരം ബാധിച്ചുവോ എന്ന് ജനങ്ങൾ ചോദിക്കുന്നുവെന്നും മനുഷ്യരുടെ വേദനയും ദുരിതവും വെച്ച് രാഷ്ട്രീയം കളിക്കരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണെന്നും സുധാകരൻ പറഞ്ഞു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തോടുള്ള ക്രൂരമായ അവഗണനയ്ക്കുള്ള തിരിച്ചടി പാലക്കാട്ടെ ജനങ്ങൾ BJPക്ക് നൽകുമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയാൻ കേന്ദ്രം കാത്തിരിക്കുകയായിരുന്നുവെന്നും കേന്ദ്രം പിന്നിൽ നിന്ന് കുത്തുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് UDF എന്നും MB രാജേഷ് പറഞ്ഞു. കേന്ദ്ര സർക്കാർ നിലപാടിനെ ന്യായീകരിച്ച് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. ആടിനെ പട്ടിയാക്കുന്ന നിലപാടാണ് കേരളത്തിൽ CPM നടത്തുന്നതെന്നും എന്താണ് ദേശീയ ദുരന്തം എന്ന് CPM മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പ്രത്യേക പ്രൊവിഷൻ ഇല്ല എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2013 ലോക്സഭയിൽ അറിയിച്ചതാണ്. അന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിച്ചത്. കൂടാതെ കേരളത്തിന് 290 കോടി രൂപ കിട്ടിയ കാര്യം കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചതാണ്. അതുപോലുള്ള സഹായമാണ് മറ്റ് സംസ്ഥാനങ്ങൾക്കും കൊടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മകഥാഭാഗം പോളിംഗ് ദിനത്തിൽ പുറത്തുവന്നത് തന്നെ കുടുക്കാനാണോ എന്ന് സംശയിച്ച് EP ജയരാജൻ. പ്രസിദ്ധീകരണത്തിന് കരാർ ഇല്ലാത്തതിനാലാണ് DC ബുക്സിനെ EP തള്ളിപ്പറയുന്നതെന്നാണ് വിവരം. EPയുമായുള്ള ആശയവിനിമയത്തിന്റെ വിശദാംശങ്ങളുണ്ടെങ്കിലും നിലവിൽ മറുപടി പറയേണ്ടെന്നാണ് DCയുടെ തീരുമാനം. പ്രചരിച്ച ആത്മകഥാഭാഗം ഇനി അതേപടി DC പ്രസിദ്ധീകരിക്കാനിടയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. തീരദേശ മേഖലയായ മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്നും വഖഫ് ഭൂമി അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ഉള്ളതല്ലെന്നും സമസ്ത മുഖപത്രത്തിൽ ലേഖനം. SYS സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയുടേതാണ് ലേഖനം. വഖഫ് ഭൂമിയെ ചൊല്ലിയുള്ള ഇപ്പോഴത്തെ തർക്കം പലർക്കും സ്വന്തം താൽപര്യം സംരക്ഷിക്കാൻ കൂടിയാണെന്നും രാഷ്ട്രീയ പാർട്ടികൾ വിഷയത്തെ നിസ്സാരവൽക്കരിക്കുന്നുവെന്നും മുനമ്പത്തെ ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഫാറൂഖ് കോളേജ് അധികൃതരും വഖഫ് ബോർഡും മാറി മാറി വന്ന സർക്കാരുകളുമാണെന്നും ലേഖനത്തിൽ പറയുന്നു. മുനമ്പത്ത് താമസിക്കുന്നവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാർ മുൻകൈയെടുക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ഞങ്ങൾ അതിനോട് സഹകരിക്കാമെന്നും അതിന്റെ സാങ്കേതികത്വത്തിൽ തൂങ്ങി സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന കാര്യത്തെ മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കരുതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു.
വർഗീയ വിഭജനമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിഷയമാണിതെന്നും അത് കേരളത്തിന്റെ നല്ല അന്തരീക്ഷത്തിന് ചേർന്ന കാര്യമല്ലെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. PV അൻവറിനെതിരെ തലശ്ശേരി, കണ്ണൂർ കോടതികളിൽ ക്രിമിനൽ അപകീർത്തി കേസ് നൽകി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി. നേരത്തെ തന്നെ PV അൻവറിന്റെ ആരോപണങ്ങൾക്കെതിരെ ശശി നിയമ നടപടി സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 3 അൻവറിനെതിരെ വക്കീൽ നോട്ടീസും അയച്ചിരുന്നു. ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നായിരുന്നു ആവശ്യം. നോട്ടീസിന് മറുപടി നൽകാത്ത സാഹചര്യത്തിലാണ് ക്രിമിനൽ നടപടിയുമായി പി ശശി മുന്നോട്ടു പോകുന്നത്. PV അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങളുണ്ടെന്നും പി ശശി ആരോപിച്ചു. LDF കൺവീനർ സ്ഥാനത്തു നിന്നും പുറത്താക്കിയ ജയരാജനെ ഏപ്രിലിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുമെന്ന് ഉറപ്പെന്ന് മുൻ ഇടത് സഹയാത്രികൻ ചെറിയാൻ ഫിലിപ്പ്. CPMന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായ EP ജയരാജനെ പാർട്ടി തുടർച്ചയായ അവഗണനകളാൽ പീഡിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി കഴിഞ്ഞാൽ പാർട്ടിയിൽ ഏറ്റവും സീനിയറായ EP ജയരാജനെ തഴഞ്ഞാണ് കോടിയേരി ബാലകൃഷ്ണൻ, A വിജയരാഘവൻ, MV ഗോവിന്ദൻ എന്നിവരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാരാക്കിയതെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. BJP ജില്ലാ അധ്യക്ഷന് ഇരട്ട വോട്ടുണ്ടെന്ന് സമ്മതിച്ച് പാലക്കാട് BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. ഇത് നീക്കം ചെയ്യാൻ അപേക്ഷ നൽകിയിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് നീക്കം ചെയ്യേണ്ടതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ശബരിമല ക്ഷേത്രനട മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ഇന്ന് വൈകിട്ട് 4 നട തുറക്കും. പുതിയ മേൽശാന്തിമാർ ഇന്ന് ചുമതലയേൽക്കും. 30,000 പേരാണ് വെർച്വൽ ക്യൂ മുഖേന ഇന്ന് ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഉച്ചയോടെ തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കയറ്റിവിട്ടു തുടങ്ങും. സുഗമമായ ദർശനത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പ്രകാരം തൃശൂർ പൂരം നടത്താനാവില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി വ്യക്തമാക്കി. ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ പാലിച്ചാൽ മഠത്തിൽ വരവും തെക്കോട്ടിറക്കവും നടത്താൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 36 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന പൂരത്തിൽ ഒരു വിഭാഗത്തിന് തന്നെ 150 ആനകൾ വേണ്ടിവരുമെന്നും ഉത്സവങ്ങളെ ഇല്ലാതാക്കാൻ ഇറങ്ങിയ NGOകളെ മാത്രം കേട്ട് തീരുമാനമെടുക്കരുതെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കൂട്ടിച്ചേർത്തു. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി സമാഹരിച്ച പൂർണ്ണമായ കണക്കുകൾ പുറത്തുവിട്ട് റഹീം നിയമസഹായ സമിതി. റഹീമിന്റെ മോചനത്തിനായി 47,87,65,347 രൂപയാണ് ആകെ സമാഹരിച്ചതെന്നും ദിയാധനം ഉൾപ്പെടെയുള്ള ചെലവ് 36,27,34,927 രൂപയാണെന്നും വ്യക്തമാക്കിയ സമിതി ബാക്കി 11,60,30,420 രൂപ ട്രസ്റ്റ് അക്കൌണ്ടിൽ ഉണ്ടെന്നും അറിയിച്ചു. ഈ തുക എന്ത് ചെയ്യണമെന്ന് റഹീം നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും സമിതി അറിയിച്ചു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5,000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് ത്വരിതപ്പെടുത്തുന്നതിന് റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കണമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. തൊട്ടുപിന്നാലെ സംസാരിച്ച റിസർവ് ബാങ്ക് ഗവർണർ പണപ്പെരുപ്പം തന്നെയാണ് പലിശ നിരക്ക് കുറയ്ക്കുന്നതിൽ നിർണായകമെന്ന് വ്യക്തമാക്കി. അനവസരത്തിൽ നിരക്കുകൾ കുറയ്ക്കുന്നതിനുള്ള ഏതൊരു നീക്കവും വളരെ അപകടകരമാണ് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിൽ മലിനീകരണം കുറയ്ക്കുന്നതിനായുള്ള കർമ്മ പരിപാടിയായ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിന്റെ സ്റ്റേജ് 3 ഇന്ന് രാവിലെ 8 മണി മുതൽ നടപ്പാക്കി തുടങ്ങി. പ്രൈമറി സ്കൂളുകൾ ഇന്നു മുതൽ അടച്ചിടും. ക്ലാസുകൾ ഓൺലൈനായി നടത്തും. നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനവും നിർത്തിവെക്കും. പൊടി ഉൽപ്പാദിപ്പിക്കുന്ന ജോലികൾക്കും നിയന്ത്രണമുണ്ട്. ഡീസൽ ബസ്സുകൾ നിരത്തിലിറക്കുന്നതിനും നിയന്ത്രണമുണ്ടാകും. വായുമലിനീകരണ തോത് ഇന്നും വളരെ മോശം അവസ്ഥയിലാണ്. ശ്രീലങ്കൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇടത് മുന്നേറ്റം. 225 അംഗ പാർലമെന്റിൽ പ്രസിഡന്റ് അനുര കുമാര ദിസനായകയുടെ നാഷണൽ പീപ്പിൾസ് പവർ 123 സീറ്റുകൾ നേടി കേവല ഭൂരിപക്ഷം നേടി. കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 107 സീറ്റുകളും കടന്നാണ് NPPയുടെ മുന്നേറ്റം.
NPPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നുവെന്ന് അനുരാഗ് കുമാര ദിസനായകെ പ്രതികരിച്ചു. എന്നാൽ അന്തിമഫലം പുറത്തുവന്നിട്ടില്ല. പാർലമെന്റ് സമ്മേളനത്തിനിടെ ബിൽ കീറിയെറിഞ്ഞ് പരമ്പരാഗത നൃത്തം ചെയ്ത് ന്യൂസിലാൻഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MP ഹന റൌഹിദി മൈപി ക്ലാർക്ക്. വൈതാംഗി ഉടമ്പടിയിലെ ചില ഭാഗങ്ങളിൽ മാറ്റം വരുത്താനുദ്ദേശിക്കുന്ന വിവാദ ബില്ലാണ് MP കീറിയെറിഞ്ഞ് നൃത്തം ചെയ്ത് പ്രതിഷേധിച്ചത്. രാജ്യത്തെ നിർബന്ധിത ഹിജാബ് നിയന്ത്രണങ്ങൾ അനുസരിക്കാത്ത സ്ത്രീകൾക്ക് ചികിത്സാ സൌകര്യമൊരുക്കുമെന്ന് ഇറാൻ. ഇവർക്ക് ശാസ്ത്രീയവും മാനസികവുമായ ചികിത്സ ക്ലിനിക്കിൽ നൽകുമെന്ന് ടെഹ്റാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഫോർ ദി പ്രൊമോഷൻ ഓഫ് വൈസ് ആൻഡ് പ്രിവെൻഷൻ ഹെഡ്ക്വാർട്ടേഴ്സിലെ വനിതാ കുടുംബകാര്യ ഡിപ്പാർട്ട്മെന്റ് മേധാവി വ്യക്തമാക്കി. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിന്റെ രഹസ്യവിവരങ്ങൾ ചോർത്തി നൽകിയ CIA ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റപത്രം. ക്ലാസിഫൈഡ് വിഭാഗത്തിലുള്ള വിവരങ്ങളാണ് കംബോഡിയയിൽ FBI അറസ്റ്റിലായ ആസിഫ് വില്യം റഹ്മാൻ എന്ന CIA ജീവനക്കാരൻ ചോർത്തിയത്. ലെബനോനിലെ കിഴക്കൻ ബാൽബെക് ഏരിയയിലെ പ്രധാന സിവിൽ ഡിഫൻസ് സെന്ററിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 37 പേർ മരിച്ചുവെന്ന് റിപ്പോർട്ട്. സ്ഥലത്തുനിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആക്രമണം നടക്കുന്ന സമയത്ത് 20ഓളം സിവിൽ ഡിഫൻസ് രക്ഷാപ്രവർത്തകർ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.